ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനെ വിട്ട് കൊടുക്കില്ല എന്നുള്ള, അതായത് വിട്ടു പിടിക്കില്ല എന്നുള്ള രീതിയിൽ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് നമ്മുടെ ആദർശ്. ആരാണ് തനിക്ക് പടം വരച്ച് തരുന്നത്, ആ വ്യക്തിയെ തനിക്ക് കണ്ടേ അടങ്ങൂ എന്നുള്ള ആ ഒരു ഒറ്റ വാശിയിൽ നടക്കുമ്പോൾ നമ്മുടെ പവിത്ര പെട്ടു നിൽക്കുക. അങ്ങനെ പവിത്രയുടെ ഫോണിൽ നിന്നും ഇങ്ങനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം ശരി എന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് പവിത്ര ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നയനയാണെങ്കിൽ ആകെ വെകളി പിടിച്ചിങ്ങനെ നടക്കും. അശ്വ ഇനി എന്ത് ചെയ്യും, ആദർശേട്ടൻ എന്നെ കാണണമെന്ന് പറഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നടക്കുകയാണ് നമ്മുടെ നയന. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ നടക്കുന്നു. അങ്ങനെ ആ ഒരു ഇതെല്ലാം അവിടെ നടക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശ് അവിടെ ബോർഡ് മീറ്റിങ്ങിൽ നിന്ന് സംസാരിക്കുക, പവിത്രയെ സഹായിക്കുന്ന ഒരാളുണ്ടെന്നും അപ്പോൾ അയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി അവർ ഓൺ ദ വേ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഉടനെ എത്തുമെന്ന് ചോദിച്ചു വന്നിരിക്കുന്നവർ. അപ്പോൾ അവർ ഉടനെ എത്തും എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം, ഞങ്ങൾക്കിന്ന് ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്തിട്ട് വേണം പോകണം, അതുപോലെ ഡീൽ ഉറപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നേരത്തേക്ക് നമ്മുടെ ആദർശ്. ഐഡിയാസ് ഒത്തിരി ഉള്ളവരെ തേടി പിടിക്കുകയാണ് ഞങ്ങളുടെ കമ്പനി, അതുകൊണ്ടാണ് ഇന്ന് വരെ മൂർത്തി ജ്വല്ലറിക്ക് ഒരു താഴ്ച ഉണ്ടാക്കാത്തതെന്നൊക്കെ ആദർശ് അവരുടെ മുന്നിലിരുന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യാൻ സഹായിക്കുന്ന പെൺകുട്ടി ഹൗസ് വൈഫ് ആണെങ്കിൽ അവരെ ഇവിടുത്തെ സ്റ്റാഫാക്കി കൂടെ എന്ന് ചോദിച്ചു. ഒരു വീടായാലും പ്ലാനിങ്ങോടുകൂടി വരയ്ക്കുന്നവരാണല്ലോ പ്രശസ്തിയിലേക്ക് എത്തിപ്പെടുന്നത്. അതുപോലെ അവർ ഇവിടെ ഇരുന്ന് വരച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അറിയാം സർ, ഞാനതിനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് ആദർശ് നേരം അവരോട് പറയുക. പിന്നെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്തായാലും അതൊക്കെ ഒഴിവാക്കി എല്ലാം റെഡി ആക്കിക്കോളാമെന്നും പറഞ്ഞു, അതൊക്കെ നടത്തിയെടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഡീൽ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുവാണ് നമ്മുടെ ആദർശ് അവരോട് ഈ കാര്യമൊക്കെ സംസാരിച്ചിട്ട്. അപ്പോഴേക്കും നയന ഓട്ടോ പിടിച്ചു വന്നു. ഓട്ടോ പിടിച്ചു വന്ന നയന ഇങ്ങനെ പേടിച്ച് നിൽക്കുക, ദൈവമേ ഞാൻ പിടിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ എൻ്റെ മുന്നിൽ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ എന്നൊക്കെ നയന ഇങ്ങനെ ചിന്തിക്കുന്നേ. അങ്ങനെ ചിന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് നയന ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അതിനുശേഷം നയന ഓഫീസിലേക്ക് കയറി വന്നു. അപ്പോൾ ഓഫീസിലേക്ക് നയന വന്നു കഴിഞ്ഞപ്പോൾ പവിത്ര ഇങ്ങനെ പേടിച്ച് നിൽക്കുക, തൻ്റെ പണി പോയെന്നുള്ളത്. അപ്പോൾ എന്താ പവിത്ര ഇതെന്ന് ചോദിച്ചു. അല്ലാതെ വേറെ മാർഗ്ഗം എൻ്റെ മുന്നിലില്ലായിരുന്നു മേഡം, സാറ് പറഞ്ഞില്ലേ കോടികളുടെ ബിസിനസ്സാണെന്ന്, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മേഡം. സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പവിത്ര അന്നേരത്തേക്കും വരുന്ന ആദർശിനെ നയനിക്ക് കാട്ടിക്കൊടുത്തു. നയനിങ്ങനെ പേടിച്ച് വരച്ച് കിളികിലാ വരച്ചിങ്ങനെ നിൽക്കുക. ആ സമയത്ത് ആദർശ് അങ്ങോട്ടേക്ക് വന്നു. നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. പവിത്രയും ടെൻഷൻ അടിച്ച് നിൽക്കുന്നു, അതുപോലെ തന്നെ നയനയും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. ആദർശനാണ് ദേഷ്യം വരുന്നുമുണ്ട്. വരാൻ പറഞ്ഞ ആളിന് പകരം ഇവളാണോ വന്നിരിക്കുന്നത് എന്നുള്ളൊരിതിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്തയുമായിട്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം നയന അവരുടെ അടുത്തേക്ക് കയറി ചെന്നു. അപ്പോൾ നയന അകത്തേക്ക് കയറി ചെന്ന് പവിത്രയുമായി സംസാരിച്ച് ആ സാറുമാരെ കാണുക. അപ്പോൾ സാർമാർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു, അപ്പോൾ ആ ഡിസൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പവിത്ര പറഞ്ഞിരുന്നു, അപ്പോൾ നിങ്ങളത് എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് ഡിസൈൻ ചെയ്ത് കാണിച്ച് തരാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ആദർശം കയറി വന്നു. നീ എന്തീ കാണിക്കുന്നത്, നീ എന്തിനാ പിങ്ങ് വന്നതെന്ന് പതുക്കെ നയനയോട് ചോദിക്കുമോ ആദർശ്. അപ്പോഴേക്കും നയന ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നു, അതുപോലെ തന്നെ പവിത്ര ടെൻഷനോട് കൂടി നോക്കുന്നു. അപ്പോൾ ഇത് നീ കരുതുന്നത് പോലെ അത്ര നിസ്സാര കാര്യമല്ല എന്ന് ആദർശ് പറയുക. അപ്പോൾ എന്താ ആകെ ഒരു കൺഫ്യൂഷൻ എന്ന് ആദർശിനോട് ആ സാറുമാർ ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആദർശ് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നയനയോട് കാര്യങ്ങളെല്ലാം ഇവർ ഡിസ്കസ് ചെയ്യുന്നു. നയനെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു ഡിസൈൻസ് അവരുടെ മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നു. നയന നല്ല കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ അവരുടെ മുന്നിൽ വരച്ച് കൺവിൻസ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഈ ഡിസൈൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ പരസ്പരം സംസാരിക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ ഡിസൈൻ അവർ പക്ക ഓക്കെ പറഞ്ഞു. അപ്പോഴേക്കും പവിത്രയ്ക്ക് സന്തോഷമായി, അതുപോലെ തന്നെ ആദർശിന് സന്തോഷമായി. ഇത്രയും വലിയൊരു ഡീല് നമ്മുടെ നയന കാരണം അവിടെ നടന്നിരിക്കുകയാണ്. അങ്ങനെ ആദർശിൻ്റെ കൺമുന്നിൽ വെച്ച് കോടികളുടെ ബിസിനസ്സാണ് ആദർശിന് നയന മേടിച്ചു കൊടുത്തത്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആദർശിന് അഡ്വാൻസും കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ആദർശിൻ്റെ മുന്നിൽ നിന്ന് അവരെല്ലാം പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ അത്ഭുതകരമായിട്ട് നയനയെ നോക്കുക. അപ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ശ്രേയെ കാണണമെന്ന് ഞാൻ വാശി പിടിച്ചതെന്നുള്ള കാര്യം ആദർശ് അവിടെ വെച്ച് ഇവരോട് പറയുക. പിന്നെ ഈ ബിസിനസ് നഷ്ടപ്പെട്ടു പോകരുത് എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എന്തായാലും നാടകം അസലായെന്നുള്ള കാര്യം ആദർശ് നയനയോട് പറയണം. സർ അത് പിന്നെ എന്ന് പറഞ്ഞ് പവിത്ര പറഞ്ഞപ്പം പവിത്രയുടെ ഇവിടുത്തെ ജോലി ഇന്നത്തോടെ തീർക്കേണ്ടതാണെന്നുള്ള കാര്യം ആദർശ് പറയുക. പക്ഷേ അത് ഞാനായിട്ട് ചെയ്യുന്നില്ലെന്നും പറഞ്ഞു. താൻ പൊയ്ക്കോ എന്നും പറഞ്ഞ് പവിത്ര അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു പേടിച്ച് പറിച്ച് പവിത്ര അവിടെ നിന്നങ്ങ് പോയി.
അപ്പോൾ പവിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നീ പേരും കള്ളിയാ. കള്ളിയോ? ഞാനോ? അതെ, നീ ജീവിതത്തിൽ നേര് പറയില്ലെന്നും പറഞ്ഞ് ആദർശ് നയനെ കുറ്റപ്പെടുത്തുന്നു. മുഖം മറച്ച് കല്യാണ മണ്ഡപത്തിൽ ഇരുന്നത് പോലെ ജ്വല്ലറി കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയപ്പോഴും നീ മുഖം മറച്ച് തന്നെയാണ് വന്നത്. ആ മറവ് നമ്മുടെ ജീവിതത്തിൽ ഇനി ഉടനീളം ഉണ്ടാകുമെന്നും ആദർശ് ഇങ്ങനെ പറയുമ്പോൾ അതെ, മറവില്ലാതെ ജീവിച്ച കൂട്ടത്തിലാണ് ഞാൻ. സത്യത്തിനൊപ്പം മാത്രമേ എന്നും ഞാൻ നിന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷമാണ് എനിക്ക് പലതും മറക്കേണ്ടി വന്നതെന്ന് നയന പറയുവാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പം നീ പുറത്തിരുന്ന് ഡിസൈൻ ചെയ്യുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു ആദർശ്. ആ സമയത്ത് പിടിക്കപ്പെടുമ്പോഴെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നു നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന്? ഞാൻ എങ്ങനെ പറയുമെന്ന് നയന ചോദിക്കുക. വീടിനകത്ത് ഒതുങ്ങിക്കൂടണമെന്ന് പറയുന്ന ഒരു അമ്മായിയമ്മയാണ് എനിക്ക് ഉള്ളതെന്നുള്ള കാര്യം നമ്മുടെ നയന പറയുക. അതുമാത്രമാണോ? അന്ന് പവിത്രയുടെ ഡിസൈൻ ശരിയാകാതെ വന്നപ്പോൾ ഞാനൊരു ഡിസൈൻ വരച്ചുകൊണ്ട് വന്നത് ഓർക്കുന്നുണ്ടോ? അത് മറന്നുപോയോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആദർശിൻ്റെ ഒച്ച അങ്ങ് അടഞ്ഞു. കാര്യങ്ങൾ നയന മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ, കാരണം അന്ന് ആ ഡിസൈനിലേക്ക് ഒന്ന് നോക്ക് പോലും ചെയ്യാതെയാണ് അത് വലിച്ചു കീറി കളഞ്ഞത്. അന്ന് ആ പ്രവൃത്തി ചെയ്തത് മറന്നുപോയോ? ആ ഡിസൈൻ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വലിച്ചു കീറി ചവിറ്റുകൊട്ടയിൽ ഇട്ടില്ലേ എന്ന് ചോദിച്ചു നയന. അന്നത് നോക്കാതിരുന്നത് എൻ്റെ കുറ്റം കൊണ്ടാണോന്നും നയന ചോദിക്കുക. ആദർശിന് മിണ്ടാട്ടോ ഇല്ല, മറുപടിയും ഇല്ല. കള്ളം പറയാത്തൊരു മുത്തച്ഛൻ്റെ കൊച്ചുമോനാ ഞാൻ. എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്. പലതും ഒളിപ്പിച്ചു വെക്കുന്നവരോട് എനിക്ക് തീരാത്ത കലിയാണെന്ന് ആദർശ് പറഞ്ഞപ്പോൾ, ശ്രേയ എന്നൊരു പെൺകുട്ടിയാണ് ഡിസൈൻ വരയ്ക്കാൻ പവിത്രയെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, വീട്ടിനകത്ത് പെൺകുട്ടികളെ തളച്ചിടുന്ന ഭർത്താക്കന്മാരെ ചാട്ടുമാറ് കൊണ്ടടിക്കണമെന്ന് ആദർശേട്ടൻ പറഞ്ഞില്ലേ എന്ന് നയന ചോദിച്ചു. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എന്ന് മനസ്സിലന്നേരം ആദർശ് ചിന്തിക്കുക. ഓർക്കണ്ട, അങ്ങനെയൊക്കെ ആദർശേട്ടൻ പറഞ്ഞത് തന്നെയാണെന്നും നമ്മുടെ നയന അന്നേരം പറഞ്ഞു. അതിനേക്കാളും വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അത് ശരിയാ, പക്ഷെ അവളുടെ കഴിവുകൾ മറച്ചു വെച്ചാലോ എന്ന് ചോദിച്ചു. ഭർത്താവിനെ അറിയിക്കാതിരുന്നാൽ എങ്ങനെ ചെയ്യും? കല്യാണി പറഞ്ഞില്ലേ, കിരണേട്ടൻ പറഞ്ഞില്ലേ എൻ്റെ കഴിവുകളെക്കുറിച്ച്? അപ്പോഴൊക്കെ എന്താ പറഞ്ഞത്? അതൊക്കെ പുച്ഛിച്ച് തള്ളിയതല്ലാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആദർശേട്ടൻ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് നയന ചോദിക്കുക. നിനക്ക് ജ്വല്ലറി കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ സംശയം കടന്നു കൂടിയതാ. അതെന്തായാലും ഇന്ന് മാറി കിട്ടിയെന്നും പറഞ്ഞ ആദർശ്. എൻ്റെ ഭാര്യ അസാമാന്യ ടാലൻ്റ് ഉള്ള ഒരു പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയുമ്പോൾ സത്യം പറഞ്ഞ് ഞാൻ അഭിമാനിക്കേണ്ടതാ. പക്ഷേ എന്നാൽ നീ നിന്റെ കഴിവുകൾ പ്രൂവ് ചെയ്തത് എന്നെ ചീറ്റ് ചെയ്തിട്ടാണെന്നും അതുകൊണ്ട് നിന്നെ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്നും ആദർശ് നയനയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പം എന്നെ നിങ്ങൾ അംഗീകരിക്കേണ്ട. ക്ലയൻസിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളെപ്പറ്റി എനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പവിത്രയെ ഞാൻ സഹായിച്ചതെന്നുള്ള കാര്യം നമ്മുടെ നയന പറയുക. സത്യം പറഞ്ഞാൽ പവിത്രയോടുള്ള സ്നേഹം കൊണ്ടോ ആ കുട്ടിയുടെ ധർമ്മസങ്കടവും കണ്ടിട്ടോ ഒന്നും ആയിരുന്നില്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. മറിച്ച് എൻ്റെ ഹസ്ബൻഡ് MD ആയ മൂർത്തീസ് ജ്വല്ലറി ഇനിയും വളരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ, നിന്റെ നാവൊന്ന് കടം തരുമോ? ചില സമയത്ത് അതെനിക്ക് പ്രയോജനപ്പെട്ടേക്കോ എന്ന് ആദർശ് പറഞ്ഞപ്പോൾ, ഇതിലും നല്ല നാവാണല്ലോ ഉള്ളത്, പിന്നെ ഞാൻ എന്തിനാ എൻ്റെ നാവ് കടം തരുന്നേ? എന്തായാലും ഒന്നും കടം വെക്കുന്ന രീതി എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് കിട്ടിയ പൈസ നയനയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, ഈ പൈസ നിനക്കുള്ളതല്ല, എന്നോട് പറഞ്ഞതനുസരിച്ച് ശ്രേയയ്ക്കുള്ള പണമാണെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിക്ക് എന്ത് നഷ്ടം വന്നാലും ഈ ഡീല് ഞാൻ ക്യാൻസൽ ചെയ്യുമെന്നും, അതുമാത്രമല്ല ഇനി ഒരിക്കലും നിന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ ഉറച്ച തീരുമാനവും ഞാൻ എടുക്കുമെന്നുള്ള കാര്യവും ആദർശ് പറയുക. അപ്പോൾ വേണ്ട, ഞാനിത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ചെയ്യുന്ന ജോലിക്ക് ഭാര്യ ആയാലും അമ്മയായാലും അച്ഛനായാലും കൂലി വാങ്ങുന്നതിൽ തെറ്റില്ല, ദാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ആ പൈസ നമ്മുടെ നയനയ്ക്ക് കൊടുത്തു. അപ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല, പക്ഷേ പലവട്ടം ഞാൻ പരാജയപ്പെട്ടത് നിന്റെ മുന്നിൽ മാത്രമാണെന്ന് ആദർശ് പറഞ്ഞപ്പോൾ, ഇതൊക്കെ ഒരു പരാജയമാണെന്ന് നയന ആദർശിനോട് ചോദിക്കുകയാണ്. ഭിന്നല്ലാതെ ഭാര്യയുടെ കഴിവുകൾ ഭർത്താവ് അറിയുന്നതേ നേരായ മാർഗത്തിലൂടെയല്ല, അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിളറി വെളുത്ത മുഖവുമായിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ ആദർശ് പറഞ്ഞ് നയനയെ കുറ്റപ്പെടുത്തുക. അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ട, നിന്നെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നയനയെ കുറ്റം പറയുന്നു. വിഷമത്തോടെ നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി. നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശ് ഇങ്ങനെ ഒരു ചിരിയും സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. നയനയുടെ കഴിവുകൾ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഒരുപാട് അംഗീകരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി നമ്മുടെ ആദർശ് അവിടെ അങ്ങനെ നിൽക്കുന്നു. പക്ഷെ നയനയുടെ മുന്നിൽ അത് സമ്മതിച്ചു കൊടുക്കണില്ല കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞപ്പം അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, എങ്കിലും അവൾ അസാമാന്യ ടാലൻ്റുള്ള പെൺകുട്ടി തന്നെയാണ്, അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നും മനസ്സുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ പറയുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് തന്നോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നയനെ അങ്ങ് പോണു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നയനയുടെ പിന്നാലെ വന്ന് ആദർശ് നയനയുടെ തോളിൽ ഇങ്ങനെ തൊട്ട് അങ്ങനെ നയനെ എടുത്ത് പൊക്കി, അങ്ങനെ രണ്ടുപേരും കൂടി ആ ഒരു റൊമാൻസ്, അത് പാവം നമ്മുടെ നയന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്നാണ് ആദർശ് ഡോ എന്നും പറഞ്ഞു വന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് നമ്മുടെ നയന ചാടി എഴുന്നേറ്റ് ഒരു ചമ്മലോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടും ചിരിച്ചോണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുക.
അപ്പം എന്താ എന്ന് ചോദിച്ചു ആദർശ്. ഒന്നുമില്ല എന്ന് പറഞ്ഞു. നീ എന്താ സ്വപ്നം കണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അല്ല, എല്ലാം ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുകയാണെന്ന് നയനി അന്നേരം ആദർശിനോട് പറയാം. എനിക്കും അങ്ങനെ തന്നെയാ. സ്വപ്നത്തിൽ പോലും എന്നെ പറ്റിക്കുന്ന ഒരു ഭാര്യയാണ് എനിക്ക് ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയെ കുറ്റപ്പെടുത്തുന്നു ആദർശ്. അപ്പം അത് കേൾക്കുമ്പോൾ നയനയ്ക്ക് വിഷമാവും കേട്ടോ. നയന എന്നാലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആദർശിൻ്റെ മുന്നിൽ. ആ ചിരിയെ നോക്കിക്കൊണ്ട് ആദർശം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കണ്ണിലൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ആദർശിന് പിടിവിട്ട് പോകുമെന്ന് അറിഞ്ഞപ്പോൾ ആദർശ് കണ്ണ് പതുക്കെ അങ്ങ് വലിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ ഇവർ വീട്ടിൽ ചെന്നു. ആദർശ് നല്ല ഉറക്കം. അപ്പോഴേക്കും നയന ചായ ആയിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു. ആദർശിനെ ചായ വെച്ചിട്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ ആദർശ് അലാറം അടിച്ച് എഴുന്നേറ്റപ്പോൾ തൊട്ടരികിൽ ചായ ഇരിപ്പുണ്ട്. അപ്പോൾ ചായ ആരാ കൊണ്ടുവച്ചതെന്ന് ഇങ്ങനെ ആലോചിച്ച് ആദർശ ചായ എടുത്ത് കുടിച്ചു. അപ്പോഴേക്കും നമ്മുടെ നയനെ അപ്പുറം മാറി നിന്നത് കാണുക. ആദർശേട്ടൻ താൻ കൊടുത്ത ചായ കുടിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ ആദർശ് എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ അവിടെ ആദർശിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാണ് നയനെ പോയത്. എഴുന്നേറ്റ് വന്നപ്പോൾ കുളിക്കാനുള്ള ടവല് മറ്റു കാര്യങ്ങളെല്ലാം അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആദർശ് ആരായിരിക്കും എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത്, അവൾ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആദർശ് വളരെ സന്തോഷവാനായിട്ട് പിന്നെ ബാത്റൂമിലേക്ക് പോയി. അപ്പോഴേക്കും നമ്മുടെ നയന റൂമിലേക്ക് വന്ന് എല്ലാം റെഡിയാക്കി ഇടുന്നു. കുളി കഴിഞ്ഞ് ആദർശ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നയന അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട്, എന്നോടുള്ള കരുതൽ കൊണ്ട്, അവളുടെ ആ ഒരു ഇതുകൊണ്ടാണ് അവൾ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എന്ന് ആദർശ് ചിന്തിക്കുക. പക്ഷേ ഇന്ന് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം അവൾ ചെയ്യുന്നുണ്ടല്ലോ, എന്തായിരിക്കും അവളുടെ മനസ്സിൽ എന്നൊക്കെ ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നേ. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയും ദേവയും കൂടെ അവിടെ ഇരുന്ന് ഡിസൈൻസ് എല്ലാം ഇരുന്ന് നോക്കുക. ഇത് കൊള്ളാമല്ലേ അമ്മേ, അത് കൊള്ളാമല്ലേ അമ്മേ, ഇത് കൊള്ളാമല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നയന ഓഫീസിലേക്ക് പുറത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവ ദേഷ്യപ്പെട്ടു. നിനക്ക് നിൻ്റെ ഫോൺ ഞാൻ തിരിച്ചു തന്നു, അതിലൂടെ നീ ഏതു നേരവും നീ നിൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുക. പിന്നെ നിനക്ക് നേരിട്ട് പോയി അവളെ കാണേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നേ. അപ്പോൾ അങ്ങനെ വീട്ടിൽ പോകുവാണെന്നൊക്കെ നമ്മുടെ നയന ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശ് അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ആദർശിനെ നോക്കി നിൽക്കുന്നു. എന്നാലും ഞാൻ തേച്ചു വെച്ച ഡ്രസ്സ് ഇട്ടില്ലല്ലോ എന്ന് നയന ചിന്തിക്കുക. പെട്ടെന്ന് ആദർശ്, നീ കരുതിയോ നീ സെലക്ട് ചെയ്ത് തേച്ചു വെച്ച ഡ്രസ്സ് ഞാൻ ഇടുവെന്ന്? അത്രയ്ക്കൊക്കെ അടുപ്പം കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സുകൊണ്ട് നമ്മുടെ ആദർശ് അങ്ങ് ചിന്തിക്കുക. അപ്പോൾ നീ പറഞ്ഞത് അല്ല, ഇവള് പറഞ്ഞൊന്നും നീ കേട്ടില്ലേടാ, ഇവൾക്ക് ഇവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് പിന്നെ അമ്മേ കല്യാണം കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടിലങ്ങനെ ഒരുപാട് തവണയൊന്നും പോയിട്ടില്ലല്ലോ എന്ന് ദേവയോട് ആദർശ്. അപ്പം പിന്നെ ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോഴേക്കും ദേവ ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ജലജ. അതിന് നീ നിൻ്റെ അമ്മയുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, മോനും ഭാര്യയും കൊണ്ട് ഭാര്യ വീട്ടിൽ പോകണമെങ്കിൽ പോകാം, അതിനെ ആരും ഇവിടെ എതിർക്കില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി. എന്നാലും അമ്മയെ ധിക്കരിച്ചിട്ട് ഞാനൊന്നും ചെയ്യാറില്ലെന്ന് ആദർശ് പറഞ്ഞു. അപ്പം രണ്ടും കൂടി നീ പറയണ്ടെന്നും ഇവളുടെ വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നും ദേവ പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ധർമ്മസങ്കടത്തിലായി നയന. പെൺമക്കളുടെ മനസ്സിലേക്ക് വിഷം നിറയ്ക്കുന്ന ഒരു അമ്മയാണ് അവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛനാണെങ്കിൽ ഒട്ടും മോശമല്ലെന്നും പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തുന്നു. അപ്പം അമ്മ എന്തൊക്കെയാ ഈ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ നേരത്തേക്ക് ആദർശ് പറഞ്ഞു. അങ്ങനെ നയനെ ശരിക്കും പറഞ്ഞാൽ ഓഫീസിലേക്ക് പോകാൻ ഈ ചോദ്യങ്ങൾ മുഴുവൻ ചോദിക്കുന്നത്. ആദർശിന് മാത്രമേ അത് അറിയത്തുള്ളൂ, വേറെ ആർക്കും അത് അറിയാനും പാടില്ല, അത് വേറൊരു സത്യം. അപ്പോൾ അങ്ങനെ ഇവൾ ചെയ്തതൊന്നും അവർ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അതൊക്കെ ഓർത്ത് വെക്കുന്നത്, നീ അത് മറന്നേക്കാൻ പറഞ്ഞു മുത്തശ്ശി. ഇവളെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ആദർശിനോട് ദേവ ചോദിക്കുക. പിന്നെ വീടൊക്കെ നോക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്, അതെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവളെ പോലെ ഒരുത്തി ഇവിടെ എന്തിനാ പിന്നെയെന്ന് അമ്മ മകനോട് ചോദിക്കുക. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടല്ലേ ഇവൾ വീട്ടിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞതെന്ന് ആദർശ് ചോദിച്ചപ്പോൾ അതിൻ്റെ പിന്നിലും എന്തെങ്കിലും ഒരു ദുരുദ്ദേശം കാണുമെന്ന് നേരത്തേക്കും ദേവ പറയുക. ഇത് കേട്ട് ആദർശ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അമ്മയെ. അപ്പോൾ ഒരു ദുരുദ്ദേശവും ഇല്ല അമ്മേ, ഒരുപാട് നാളായി എൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് കണ്ടിട്ട്, അതുകൊണ്ട് അവരെ ഒന്ന് കാണണമെന്ന് തോന്നിയെന്ന് പറഞ്ഞപ്പോൾ കാണണമെങ്കിൽ കാണണം, അതിനെന്താ എത്ര തെറ്റെന്ന് ചോദിച്ചു മുത്തശ്ശൻ സ്പോട്ടിൽ വന്നു. അപ്പോൾ വലിയ ദൂരത്തിലൊന്നും അല്ലല്ലോ മോളുടെ വീട്, അങ്ങോട്ട് പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ ദേവയ്ക്ക് മിണ്ടാട്ടമില്ല. ദേവ ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും ദേവയ്ക്ക് ദേഷ്യം വന്നു, നയനയ്ക്ക് സന്തോഷമായി. പിന്നെ മോൾക്ക് പോകണമെങ്കിൽ പോയിട്ട് വാ, അച്ഛനെ അമ്മയൊക്കെ കണ്ടിട്ട് സന്തോഷമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു മുത്തശ്ശൻ. ഇനിയിപ്പോൾ ഒരു ദിവസം താമസിക്കണമെങ്കിൽ എൻ്റെ മോള് താമസിച്ചോളാനും പറഞ്ഞു. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞപ്പോൾ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ദേവ വിളിച്ചു. നീ മിണ്ടിപ്പോകരുതെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ദേവയെ ശാസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.